ഒറ്റയ്ക്കൊരു ഡേറ്റിങ്ങിന് ട്രിവാൻഡ്രം വരെ പോയാൽ ഇതിനെയാണ് സൺ കിസ്ഡ് എന്ന് പഴമക്കാർ പറയുന്നത്. പിന്നെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് മനുഷ്യന്മാർ കാണിക്കാൻ പാടില്ല. സൺസ്ക്രീനാണ്, മോയ്സ്ചറൈസർ എന്ത് പണ്ടാണ് ആദ്യം ഇടണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാരി തേക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല്ല് തേക്കാൻ വരെ ഒന്നുകൂടെ പോകും. പിന്നെ ഏത് കമ്മലെടുത്താൽ ഈ കമ്മൽ വന്ന് ചേരും കേട്ടോ. ഇത് പിന്നെ സസൂക്ഷ്മം തിരിക്കി അശ്രദ്ധയോടെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും. അതിനിടയ്ക്ക് എനിക്ക് ആന തിന്നാനുള്ള വിശപ്പൊക്കെ വരാറുണ്ട്. പിന്നെ ചക്കവരലാണെങ്കിൽ കുറച്ചുകൂടെ തീറ്റിയുടെ സ്പീഡ് കൂടും. ഇനി കാണാൻ പോകുന്ന വെച്ചാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി ചാടുമെന്ന് പറയില്ലേ, അതാണ്. വടക്കാற்றுക്ക് വയസ്സാച്ച് വാഴും ഭൂമിക്ക് വയസ്സാച്ച് കോടിയുഗം പോനാലെന്ന് കാതലുക്ക് எப்போதும் வயசாகாது ഹൈര ഹൈര ഹൈരപ്പാ ഹൈര ഹൈര ഹൈരപ്പാ 50 kg താജ്മഹൽ. താജ്മഹൽ ഞാനിവിടെ പണിതുകൊണ്ടിരുന്നത് എനിക്ക് സമയത്തും കാലത്തും പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി. എനിക്ക് എത്തിപ്പെടേണ്ട സ്പോട്ട് ഇതായിരുന്നു. ഞാൻ തേടിയ വള്ളി കാല് ചുറ്റി പോലെ ഓഫീസ് കണ്ടെത്തി ഇവിടെ ചെന്നിരുന്നു. വായ്നോട്ടം മീൻസ് ഇൻജൂറിസ്റ്റ് ഹെൽത്ത് എന്നറിയാം. എന്നാലും എനിക്ക് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന വണ്ടികളെയും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വണ്ടികളെ ഭദ്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുകയാണ് എൻ്റെ പണി ഇപ്പോൾ. പിന്നെ സടപടേന്ന് കാര്യങ്ങൾ കഴിഞ്ഞുകൊണ്ട് നേരെ ഗവൺമെൻറ് ഓഫീസിൻ്റെ ക്യാൻറ്റീൻ കണ്ടുപിടിച്ചു. സംഭവം ഫുഡും സെറ്റപ്പൊക്കെ കൊള്ളാം. ഞാൻ മനസ്സിൽ ഗദ്ഗതത്തോടെ ഇങ്ങനെ ആലോചിക്കുക എന്നാണ് ഗവൺമെൻറ് ID കാർഡൊക്കെ ഇട്ട് ഞാൻ ഇതുപോലെ ഓഫീസിൽ വന്ന് ഞമ്മക്ക് അടിക്കുന്നത്. അപ്പോൾ ദേ നിൽക്കുന്ന പോലീസ്, എങ്ങനെ ഞാൻ പുറത്തിറങ്ങും? അപ്പോൾ അവിടെ നിൽക്കുന്ന ഏതൊക്കെ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ചാടിയാൽ മാത്രമേ ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വലത് വരേണ്ടി വരും. പിന്നെ ഞാനും നേരെ ചാടി പോത്തീസിലേക്കാണ് എത്തിയത്. പിന്നെ ഇതിൽ കയറണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിലും അവിടെ ആഡീസിൽ നടക്കുകയായിരുന്നു. എനിക്കെന്തോ പച്ച കളറോട് വലിയൊരു ആക്രാന്തമാണ് കേട്ടോ. ഇങ്ങനെ പച്ച എന്നും പറഞ്ഞ് എല്ലാം പറക്കി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരമ്മ ചോദിച്ചു ഇതിലേത് കൊള്ളാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പച്ച കൊള്ളൂല, മറ്റേത് കൊള്ളാമെന്ന്. എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ഇതുപോലത്തെ കുഞ്ഞു എസ്തെറ്റിക് സാധനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പിന്നെ പാത്രം വന്നപ്പോൾ എനിക്കൊരു സൈഡ് വലിയ വയസ്സായില്ലേ, പാത്രങ്ങളോട് മാത്രമാണ് ക്രേസ്. ഇതിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ ഡിജിറ്റുകളുടെ എണ്ണമൊക്കെ എണ്ണി ഞെട്ടി കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ പ്രിയദർശിനി കിട്ടി, ഭാഗ്യം. പിന്നെ നേരെ ഈസ്റ്റ് പോട്ട് കടാപ്പുറത്ത് ഇങ്ങനെ പാടി നടക്കുമ്പോൾ അവിടെ കലഞ്ഞു തിരിഞ്ഞ് നടന്ന് നേരെ ഈ കമ്മൽ കടയിൽ വന്ന് കയറി. പിന്നെ ഇങ്ങനെ കറങ്ങി നോക്കിയപ്പോൾ ജാൻമണിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ പിന്നെ ഓരോ കമ്മൽ തൊട്ടു തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എടുത്ത്. ജിമിക്കിയുടെ വെറൈറ്റി കളക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് കാതി വെച്ചപ്പോൾ ആ കടയിൽ നിന്ന് ചോദിച്ചാൽ വാവ് സൂപ്പർ ഫണ്ടാസ്റ്റിക് ബംപ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാൻ പാടില്ലാതെ ചോദിക്കുകയാണ്, ഇവർക്ക് മാത്രമാണ് നമ്മൾ എന്തിട്ടാലും നന്നായിട്ട് വരുന്നത്, അതെന്താ എനിക്കറിയാൻ പാടില്ല സാറേ. ഞാൻ ഈ പൊരി വെയിലത്ത് എന്തിനാണ് ഇവിടെ കിടന്ന് വായി നോക്കി നടക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എപ്പോൾ പോയാലും ഇതുപോലെ പുറത്തുനിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം കാണുന്നതല്ലാതെ അതിനകത്ത് ഇതുവരെ ഞാൻ കയറിയിട്ടേ ഇല്ല. പിന്നെ ഈ പമ്പരം കണക്കിങ്ങനെ കറങ്ങി കണ്ട കടപ്പലഹാരങ്ങളെല്ലാം വാങ്ങിച്ച് നിറച്ച് ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ഈസ്റ്റുവിൻ്റെ പുറത്തിറങ്ങി. പിന്നെ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞാൻ കാണിച്ചു തരാം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഈസ്റ്റ് കൊണ്ടുവന്നാൽ ദ വൺ ആൻഡ് ഓൺലി ഡെസ്റ്റിനേഷൻ രാമചന്ദ്രയിൽ കയറാതെ എങ്ങനെ പോകും? ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത് മാന്യ കസ്റ്റമേഴ്സ് ഗ്രൗണ്ട് ഫ്ലോറിൽ ബൈ വൺ ഗെറ്റ് വൺ ലഭ്യമാണ്. ഇതൊക്കെ ഇനി കേട്ടോണ്ടിരിക്കും. ഞാൻ വിചാരിക്കണം ഒരു മാറ്റമില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കുമ്പോൾ പറ്റിയ സൈസ് ഇല്ല. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, അക്ക മീഡിയം സൈസിൽ വേറെ കളർ ഇറുക്കുമോ? അപ്പോൾ അവർ പറയുകയാണ്, അങ്ങ് പോയി പാരുങ്ക മാഡം. അവരുടെ ദയനീയത കണ്ട് എനിക്ക് പാവം തോന്നി.